ഹലോ ഗൈസ്, ഞാൻ എൽജോ ഏലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ മുൻ വർഷത്തെ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വളരെ എമർജിങ് ആയിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോ ഇന്ത്യയിലുള്ള ഓരോ ആളുകളുടെയും ചിന്താഗതിയിലും അതേപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ പൊതുവായിട്ടുള്ള തീരുമാനങ്ങളിലും എല്ലാം ഈ ഒരു എമർജിങ് ആയിട്ടുള്ള ഈ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ റേസർ പേയുടെ ആനുവൽ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. റേസർ പേ ഏകദേശം 1 ബില്യൺ ട്രാൻസാക്ഷൻസ് അവരുടെ ട്രാക്ക് ചെയ്തതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യയിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ യൂസസ് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2023 ഏപ്രിൽ 1 തൊട്ട് 2024 മാർച്ച് 31 ഈ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഈ റേസർ പേ എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പേയ്മെൻറ്റ് ഗേറ്റ് എന്താണെന്ന്. അതായത് നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുന്ന സമയത്തും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സാധനം ഓൺലൈനിൽ നമ്മൾ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ, ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബോച്ചറ്റിയുടെ കാര്യം നോക്കാം. ഇപ്പം ബോച്ചറ്റി എല്ലാവരും വാങ്ങുന്നുണ്ട് അല്ലേ. ഈ ബോച്ചറ്റിയൊക്കെ വാങ്ങുന്ന സമയത്ത് ആളുകൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മൾ പേയ്മെൻറ്റ്, അതായത് ഓർഡർ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതാണ് ആക്ച്വലി നമ്മൾ റേസർ പേ. ഈ റേസർ പേയ്ക്കകത്തൂടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് നമ്മുടെ ആ ഓർഡർ പ്ലേസ് ആവുന്നത്. സോ ഇതിനു വേണ്ടി നമ്മുടെ ഈ ഓരോ പ്ലാറ്റ്ഫോമിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് റേസർ പേ. അപ്പം റേസർ പേയ്ക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എന്തിനാണ് ആളുകൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ആളുകൾ എന്തിനൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള റേസർ പേയ്ക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സോ ഇങ്ങനെ ഒരു ബില്യൺ ട്രാൻസാക്ഷൻ നോക്കിയതിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ആർട്ടിക്കിളും എല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. സോ ഈ റിപ്പോർട്ട് അനലൈസ് ചെയ്തതിൽ നിന്ന് കഴിഞ്ഞ വർഷം ആളുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യാൻ, ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടി, അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ട്രാവലിങ്ങിന് വേണ്ടിയും അതേപോലെ തന്നെ മൂവിക്ക് പോകാൻ വേണ്ടിയും, ഇതൊക്കെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് തന്നെ ഒരു വലിയൊരു ചേഞ്ചാണ്. കാരണം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ആളുകളുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ തീരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് അതിന് നമുക്ക് ഈ ഓരോ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസിനെയും നമുക്ക് അവരോട് എല്ലാ കാലത്തും നമ്മൾ കടപ്പെട്ടിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ അതിശക്തമായിട്ട് നമ്മളെ ട്രേഡിങ് കോഴ്സ് പഠിപ്പിച്ച ഒരാളായിരുന്നു ഷാരിഖ് ഷംസുദ്ദീൻ അല്ലേ. ഷാരിഖ് ഷംസുദ്ദീൻ ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ ട്രേഡിങ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതിനകത്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു തന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മൾക്ക് എല്ലാവർക്കും സ്കൂളുകളിലാവട്ടെ കോളേജുകളിലാവട്ടെ ഒരിടത്തും നമുക്ക് വേണ്ട രീതിയിലുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടാക്കി തരാനുള്ള കോഴ്സസിനകത്ത് ഒന്നും അങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും പ്രോപ്പറായിട്ടില്ല. ഒരു പൈസ ഒരു പണം എന്താണ്, ആ പണം എങ്ങനെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഒരിടത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ എടുത്ത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ചുണ്ടാവും. അല്ലാത്ത ഒരു കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് 10 വർഷം അല്ലെങ്കിൽ 12 വർഷം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അതിനുശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. സോ ഇതിനകത്തൊന്നും പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ജോലി വേണം, ആ ജോലിയിൽ നിന്ന് ശമ്പളം മേടിക്കണം, അത് കഴിഞ്ഞൊരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, അതിൻ്റെ ലോൺ അടയ്ക്കണം, ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളെല്ലാം വളർന്നു വരുന്നത്. അതിൽ നിന്ന് ആളുകളെ മാറ്റി മറ്റൊരു ചിന്തയിലേക്ക് എത്തിക്കാൻ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിന് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. കാരണം അവർ പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്ത് ചിലപ്പം തെറ്റുകൾ വരാം, പക്ഷേ എല്ലാം കറക്റ്റാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇപ്പം കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പരിധി വരെ ആളുകളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സ്വാധീനം കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയിൽ വന്ന മാറ്റം കൊണ്ടാവട്ടെ, ആളുകൾ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത്, അവർക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു പുതു തലമുറ ഇന്ത്യ വളർന്നു വരുന്നുണ്ട്. സോ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത് നമുക്ക് പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. ഇന്ത്യ ഒരു വളർന്നു വരുന്നൊരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് അടിത്തട്ടിൽ നിന്ന് തുടങ്ങണം. അല്ലാതെ ഏറ്റവും മുകളിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ കെട്ടിടങ്ങളും കുറേ റോഡുകളും, ഇത് മാത്രമല്ല, ഓരോ ആളുകളുടെയും കയ്യിൽ അവന് സ്പെൻഡ് ചെയ്യാനും അവൻ്റെ ജീവിതം ഒരു ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താനും ഒക്കെയുള്ള ഫണ്ട് ഓരോ ആളുകളുടെയും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു രാജ്യം എൻറ്റയർലി വികസിച്ച് വരുള്ളൂ. ഇപ്പം നമുക്ക് അമേരിക്ക ആവട്ടെ, കാനഡ ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഓരോ ആളുകളുടെയും പെർ ക്യാപിറ്റ ഇൻകം, അതായത് ഓരോ ആളുകളുടെയും കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത്
ശരാശരി നമ്മുടെ രാജ്യത്തുള്ള ആളുകളെക്കാൾ ശരാശരി കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഓരോ ആളുകളും നമ്മളെക്കാൾ വെൽത്തി ആയിരിക്കും. സോ ഈ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. സോ ഇതേ കാര്യം ഇന്ത്യ വികസിച്ച് വരുന്നു എന്ന് പറയുന്ന അതേ സമയത്ത് ഓരോ ആളുകളുടെയും കയ്യിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ഫണ്ട് ഉണ്ടാവണം. അത് വൈസായിട്ട് യൂസ് ചെയ്യാൻ ഓരോ ആളുകളും അറിഞ്ഞിരിക്കണം. സോ അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഈ റേസർ പേയുടെ ഈ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. റേസർ പേ പറഞ്ഞിരിക്കുന്ന കീ ഇൻസൈറ്റിൽ വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ത്യയിൽ ഒരു ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത്. അത് ബ്ലൂ ചിപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമല്ല, ഈവൻ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരെ ആളുകളുടെ എക്സ്പോഷർ വല്ലാതെ കൂടിയിരിക്കുന്നു. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനും എല്ലാം ലാഭനഷ്ട സാധ്യതകളുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. എന്നിട്ട് പോലും ആളുകൾ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി അത് ചെയ്യുക എന്ന് പറയുന്നത് പ്രതീക്ഷയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻസൈറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ആളുകൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 86% എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു 86% വളർച്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. നമ്മളൊരു ആശുപത്രി കയറുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബില്ല് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ എല്ലാ ആളുകളും രോഗങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മളൊരു ലൈഫിൽ മൊത്തം കുറേ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അവസാനം നമുക്കൊരു രോഗം വരുമ്പം ഇത് മൊത്തം ഇറങ്ങി പോകാനുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫണ്ട് മൊത്തം ഇറങ്ങി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ആളുകൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. കാരണം നമ്മൾ ഒരു വർഷം ഇത്ര രൂപ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കൊടുക്കുമ്പം അത് നമ്മളെ തന്നെ നമ്മൾ സേഫ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കും. ഇങ്ങനെയുള്ള നമ്മൾ വീട് പണിയുന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യർ നമ്മുടെ സ്വന്തം കാര്യത്തിന് ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. കാരണം നാളെ നമുക്കൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളുടെ ഈ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പോയി ചോദിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊത്തം എല്ലാ സാധനങ്ങളും വിറ്റ് പെറുക്കി ചികിത്സിക്കുന്നതോ ഒക്കെ നോക്കുന്നത് വെച്ച് നോക്കുമ്പം എന്തുകൊണ്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ എല്ലാ ആളുകൾക്കും വേണ്ടി ഒരു കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുന്ന 10,000 അല്ലെങ്കിൽ 20,000 രൂപ അത് നിങ്ങൾ ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കാണരുത്. ഇപ്പം ചെറുപ്രായത്തിൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളിപ്പോൾ ഒരു 20ാമത്തെ വയസ്സിൽ ഒരാൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് എല്ലാ വർഷവും പുതുക്കി പോവുകയാണെങ്കിൽ ആൾക്ക് പ്രായമാകുമ്പോൾ അവരുടെ പ്രീമിയം കുറവായിരിക്കും. അതേസമയം നമ്മളൊരു 40ാമത്തെ വയസ്സിൽ പോയി ഇൻഷുറൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രീമിയം അതനുസരിച്ച് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് എപ്പോഴും എല്ലാം നേരത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നതാണ്. എല്ലാം നമ്മൾ എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും നല്ലത്. സോ അതേപോലെ തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും. അപ്പം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തേക്ക് നോക്കുമ്പോൾ റേസർ പേ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 56% ഒരു ഗ്രോത്താണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് 56% ഇനി ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആളുകൾ ചൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കുറേയെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ നോർമലായിട്ടുള്ള നല്ലൊരു റേറ്റിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തു തരാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്രേഡിങ്ങിൽ ആളുകൾ കൂടുതൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് പുതിയ റിപ്പോർട്ട് പ്രകാരം 62% വളർച്ചയാണ് ട്രേഡിങ്ങിനുണ്ടായിരിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടിയിരിക്കുന്നു. അപ്പം ഇതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. അതനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരുന്നു. അതനുസരിച്ച് നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് റിസ്ക് ഉണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ പെട്ടെന്ന് വാടിക്കയറി ഇന്ന് പൈസ ഇട്ട് നാളെ കോടീശ്വരനാകാമെന്ന് വിചാരിച്ച് അതിനകത്തേക്ക് ആരും പൈസ ഇടണ്ട. അത് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വേണ്ട രീതിയിൽ നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് റിട്ടേൺ കിട്ടത്തുള്ളൂ. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ അത് എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിൻ്റേതായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭനഷ്ട സാധ്യതകളുണ്ട്. സോ അത് അനലൈസ് ചെയ്ത ശേഷം മാത്രം നമുക്ക് വേണ്ട രീതിയിലുള്ള നോളജ് ഉണ്ടായതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ടെലഗ്രാമിലോ വാട്സപ്പ് ചാനലിലോ ഒക്കെ ആരെല്ലാം ട്രേഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ കാണുന്ന ഒരു സ്റ്റോക്ക് സജഷനൊന്നും വെച്ചിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ വിലയേറിയ പൈസ ചുമ്മാ അനാവശ്യമായിട്ട് നശിപ്പിച്ച് കളയരുത്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകളെ ഇറങ്ങാവുള്ളൂ.
നമ്മൾ എന്താണെന്നത് മനസ്സിലാക്കുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ചെറിയ എമൗണ്ടുകളൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അതൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ചെയ്യേണ്ടത്. സോ അപ്പം ഈ ഒരു ട്രേഡിങ്ങിൽ റേസർ പേ പറയുന്നതനുസരിച്ച് 62% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം. കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരും. അതനുസരിച്ച് അവിടെ ട്രേഡിംഗ് ചെയ്യപ്പെടുന്ന കമ്പനികളുടെ ഇതിനകത്ത് മാറ്റങ്ങൾ വരും. സോ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരികയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വിപുലീകരിക്കാനും കൂടുതൽ ശക്തമാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. റേസർ പേയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആളുകൾ ഫിറ്റ്നസ് കോച്ചിങ്ങിന് വേണ്ടി കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ന്യൂട്രീഷൻസ് അതേപോലെ തന്നെ ഡയറ്റീഷ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇന്ത്യൻസ് കഴിഞ്ഞ വർഷം സ്പെൻഡ് ചെയ്തതിൽ 125% വളർച്ച ഉണ്ടായി എന്നുള്ളത്. അതായത് പ്രോപ്പറായിട്ടുള്ള ആഹാരം കഴിക്കാനും പ്രോപ്പറായിട്ടുള്ള എക്സസൈസിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡയറ്റീഷ്യൻസ്, ന്യൂട്രീഷൻസ് ഇങ്ങനെയുള്ള ആളുകളുടെ ഓൺലൈനായിട്ട് പല പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകളുടെ പർച്ചേസിങ് 125% ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായത്. ചില്ലറ കാര്യമല്ല. ആളുകൾ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത്, ആളുകളുടെ ചിന്താഗതിയിൽ ഇത്ര മാറ്റം വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതിശയം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിനു പുറമെ കൊണ്ടുവന്നൊരു ചേഞ്ചാണ് ആളുകൾ കുറച്ചുകൂടെ വീടുകളിൽ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാനും ട്രാവൽ ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. ആളുകൾ ഒരു ചെറുപ്രായത്തിൽ ഒരു വലിയ വീട് വെച്ച് വർഷങ്ങൾ ലോൺ അടച്ച് അതിൻ്റെ ആ കടക്കണിയിൽപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി EMI ആക്കി ഒരു തരത്തിലും ജീവിക്കാൻ മേലാത്ത സാഹചര്യങ്ങളിൽ EMIയിൽ കുരുങ്ങി ജീവിക്കുന്ന ഒരു സമ്പ്രദായം മാറ്റി മൊത്തത്തിലുള്ള ബിഹേവിയറിൽ ചേഞ്ച് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റേസർ പേയുടെ കണക്ക് പ്രകാരം ആളുകൾ കഴിഞ്ഞ വർഷം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി, അതായത് മൂവി ടിക്കറ്റ്സ് അങ്ങനെയുള്ള ടിക്കറ്റുകൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആളുകൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ആളുകൾ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൾട്ടിപ്ലക്സ് ട്രാൻസാക്ഷൻ വെച്ചിട്ടാണ് ഇത് റേസർ പേ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 42% ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. നല്ല സിനിമകൾ വരികയും അതിന് ആളുകൾ പോവുകയും ചെയ്യുന്നതിലൂടെ 42% ഇൻക്രീസ് ആണ് കഴിഞ്ഞ വർഷത്തെ മൾട്ടിപ്ലക്സുകളിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ റേസർ പേ അനലൈസ് ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ എയർ ട്രാവൽ, അതായത് ആളുകൾ ട്രാവലിംഗ് കൂടി, അതായത് ആളുകൾ പല സ്ഥലങ്ങളിലേക്കുള്ള ട്രാവലിംഗ് കൂടിയതുകൊണ്ട് തന്നെ അതിനകത്തും വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് 2.4% ഇൻക്രീസ് ആണ് എയർ ട്രാവലിന് വേണ്ടി ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്ക് ഇതൊക്കെ അഫോർഡബിൾ ആയി തുടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നത് പ്രിഫർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സോ ഇതുകൊണ്ട് തന്നെ എയർ ട്രാവലിലും 2.4% ഇൻക്രീസ് കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ വരുന്ന കാര്യമാണ്. സാധാരണക്കാരനായ ആളുകളുടെ ജീവിതത്തിൽ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുക, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ. ഇതല്ലാതെ കുറേ പേർക്ക് ഒന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ പട്ടിണിപ്പാവങ്ങളായിട്ട് കിടക്കുകയും മറ്റൊരു സ്ഥലത്ത് കുറേ ആളുകൾക്ക് അതിസമ്പന്നരായിട്ട് വളരുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് എല്ലാവർക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് വളർന്നു വരുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. ട്രാവൽ മാത്രമല്ല, ഇനിയിപ്പോൾ അക്കോമഡേഷൻസ് വേണമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിങ്ങും അങ്ങനെയുള്ള നമ്മുടെ അക്കോമഡേഷൻ ഫെസിലിറ്റിയിലൊക്കെ 24% വളർച്ച അക്കോമഡേഷനിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതും ഉള്ള കേപ്പബിലിറ്റി ഓരോ ആളുകളുടെയും കയ്യിലുണ്ടാകുമ്പം അതനുസരിച്ച് നമ്മുടെ രാജ്യം വരും. ഇപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ ആൾ മാത്രമല്ല അവിടെ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത്. ഒരാൾ എയർ ട്രാവൽ നടത്തുന്ന സമയത്ത് ആ ഒരു അത്രയും പൈസ അവിടേക്ക് ഇറങ്ങുവാണ്. സോ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്ന് നമ്മളവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവിടെ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ സ്പെൻഡ് ചെയ്തൊരു ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറുമ്പം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരു ഓട്ടോക്കാരൻ്റെ, അല്ലെങ്കിൽ പോട്ടെ അവിടെ ഒരു ടാക്സി ഓടിക്കുന്ന ഒരു ലോക്കലായിട്ട് ആ ഏരിയയിലുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരാളുടെ സർവീസ് നമുക്ക് എടുക്കുമ്പോൾ ആ ആളുടെ കയ്യിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് കൊടുക്കുമ്പോൾ ആ ആളുടെ കുടുംബത്തിലേക്ക് ആ പൈസ എത്തുന്നത്. സോ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള ആ എമൗണ്ട് നമ്മുടെ ആ എക്കണോമിയിൽ ഇതിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് അതിൻ്റേതായിട്ടുള്ള വികസനം ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ഒരു ബൂമുണ്ടാവും. സോ ഇതാണ് നമ്മൾ ഓരോന്നും പറയുന്നത്. ഇപ്പോൾ റേസർ പേയുടെ ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ഒത്തിരി പ്രതീക്ഷ തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ റേസർ പേയുടെ ഇങ്ങനെയുള്ള ഇനി അടുത്ത വർഷത്തെ റിപ്പോർട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇപ്പം തന്നെ ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ അവർ കുറച്ചുകൂടി ചിന്തിച്ച് ഇതൊക്കെ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഇതെല്ലാം നോക്കിയിട്ടാണ്. നമ്മുടെ പഴയ തലമുറയിലെ ആൾക്കാർ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, ദൂർത്തടിച്ച് കളിക്കുന്നു, ഇങ്ങനെയൊക്കെ. ഇത് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു? അവർക്ക് കാശുള്ള ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു
ഇൻഷുറൻസ് പോളിസി എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സേവിങ് മെത്തേഡ്സ് കുറച്ച് കാശ് ഇടും, അത് കഴിഞ്ഞ് കുറച്ച് ലോൺ എടുക്കും, വീട് വാങ്ങും, കാർ വാങ്ങും. ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ കുറച്ചുകൂടെ അവരുടെ ചിന്താഗതി മാറി. അവർ ഇൻവെസ്റ്റ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും അവർ പേഴ്സണലിയും അല്ലെങ്കിൽ അവർ കരിയർ വൈസും എല്ലാം അവർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആണുങ്ങൾ മാത്രമല്ല, ഇന്ന് പെണ്ണുങ്ങളും ആ മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങി. അവരും അവരുടെ ഒരു സെൽഫ് ഗ്രോത്ത് നോക്കുന്നുണ്ട്, കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ, അതായത് സമസ്ത ആണ് പെണ്ണെന്നൊന്നുമില്ല, എല്ലാവരും ഇന്ന് നല്ല രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും പഴയ ആൾക്കാർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് പുതിയ തലമുറയിലുള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള ആൾക്കാർ. അതുപോലെ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പഴയ ആൾക്കാരെയൊക്കെ കൂടുതൽ ഇന്ന് പുതിയ തലമുറകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. സോ ഇങ്ങനെ ട്രാവലിംഗ് ഇഷ്ടപ്പെട്ട് ട്രാവലിങ്ങിലേക്ക് ഇറങ്ങുന്നത് വഴി മൊത്തത്തിലൊരു ചേഞ്ചാണ് വരുന്നത്. സോ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത്. സോ അപ്പം ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണം എന്ന്, ഇത് പലരും കണ്ടു കാണില്ല, കുറച്ച് പേര് കണ്ടു കാണും. സോ ഈ റിപ്പോർട്ട് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് തന്നെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് നമ്മളെ അറിയിക്കുക എന്നുള്ളത്. സോ അത് വീണ്ടും ഒന്നുകൂടെ പറയുവാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നല്ലൊരു പ്ലാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എത്ര കവറേജ് വേണം, ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് താല്പര്യം, ഏതാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതായിരിക്കും. സോ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ, ബൈ.